കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 12-ാമത് വാക്യം. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലെ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിൻ്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. ഈ വാക്യങ്ങൾ കേട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്, യിരെമ്യാവെന്ന ദൈവമനുഷ്യൻ പ്രവചനത്തിൽ പറഞ്ഞൊരു ദൈവിക വെളിപ്പാട്. ഇസ്രായേൽ ജനത്തിന്റെ ബാബേലിന്റെ പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങിപ്പോകും. 70 വർഷത്തിന് ശേഷം ഇസ്രായേൽ ജനത്തിന് ഒരു ഉദ്ധാരണം ഉണ്ടാകും എന്ന് യിരെമ്യാവ് പറഞ്ഞു വെച്ച പ്രവചനത്തിന്റെ നിവർത്തിക്ക് വേണ്ടി ദാനിയേൽ എന്ന ദൈവമനുഷ്യൻ അത് മനസ്സിലാക്കിയിട്ട് ദൈവസന്നിധിയിൽ ആ വെളിപ്പാടിന്റെ വിശദീകരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ വെളിപ്പാടിന്റെ മറുപടിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ നമുക്ക് കാണുവാൻ കഴിയും. 3 ആഴ്ച വട്ടം സ്വാദുഭോജനമൊന്നും കഴിക്കാതെ, തലയിൽ എണ്ണ തേക്കാതെ, സ്തോത്രം വീഞ്ഞ് ആസ്വദിക്കാതെ, മാംസം കഴിക്കാതെ ഒക്കെ ദൈവസന്നിധിയിൽ അദ്ദേഹം ഇരിപ്പാൻ തക്കവണ്ണം ഇടവം. അതിൻ്റെ സ്തോത്രം 4-ാമത് വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഹിദക്കേൽ നദിയുടെ തീരത്ത് തലപൊക്കി നോക്കുന്ന സമയത്ത് ദാവീദ് ഒരു ദർശനം കാണുകയാണ്, ഒരു കാഴ്ച കാണുകയാണ്. എന്തുവാ? ഊഫ ശരവസ്ത്രം ധരിച്ചു, അരയ്ക്ക് ഊഫ സ്തംഭം കൊണ്ട് കച്ച കെട്ടി ഇരിക്കുന്ന ഒരു പുരുഷനെ ആര് കണ്ടു? ദാനിയേൽ എന്ന ദൈവമനുഷ്യൻ കണ്ടു. അത് തുടർമാനമായിട്ടൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദാനിയേലിന്റെ മുമ്പിൽ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ഭാഗമാണ് 12-ാമത് വാക്യം. എന്തുവാ? ദാനിയേലെ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിന് നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിന് മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. എന്തുവാ? പ്രാർത്ഥനയുടെ മറുപടി അവിടെ വെളിപ്പെടുകയാണ്. നേരിട്ടുള്ള ദൈവിക ഇടപെടലിനെയാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഈ വചനത്തിൽ നിന്നൊരു ചിന്ത പറയാം. ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടി അത് ദൈവം നേരിട്ട് ദൂതനെ അയച്ച് അറിയിക്കുകയാണ്, അല്ലേ? ദൂതൻ ഇവിടെ വന്ന് ദാനിയേലിന്റെ അടുത്ത് പറയുന്നതാ, നീ എന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയ ആദ്യ ദിവസം തന്നെ സ്തോത്രം നിന്റെ വാക്ക് ഞാൻ കേട്ടിരിക്കും. ദൂതിന് അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവശബ്ദം വെളിപ്പെട്ടു വരികയാണ്. സ്തോത്രം, നിന്റെ വാക്ക് ഹേതുവായിട്ട് തന്നെ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പം ഒരു ആലോചനയുടെ പിറകിലല്ല, അല്ലേ? ഇന്ന് നമുക്ക് ദൈവം പ്രത്യക്ഷ തലത്തിലുള്ള ഇടപെടലുകളേക്കാൾ കൂടുതൽ ദൈവ ആലോചനകളിലൂടെ, വെളിപ്പാടുകളിലൂടെ, ദർശനങ്ങളിലൂടെയൊക്കെയാണ് നമ്മോട് ഇടപെടുന്നത്, അല്ലേ? എന്നാൽ തിരുവചനത്തിലേക്ക് ശ്രദ്ധിച്ച് ദൈവം ദൂതനെ നേരിട്ട് അയച്ചാണ് ദാവീദിന്റെ വിഷയത്തിന് പരിഹാരം നൽകുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇന്നും ഇത് നടക്കത്തില്ലയോ എന്നൊരു ചോദ്യം നമ്മളുടെ ഇടയിൽ പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. എന്നാൽ ഞാൻ തിരുവചനത്തെ ആധാരമാക്കി പറയാം, പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി, പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി മറുപടിയുമായി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നത് പുതിയ നിയമത്തിലും വെളിപ്പെട്ട് നിൽക്കുന്നുണ്ടല്ലേ? ദൈവസഭ പത്രോസിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പത്രോസിനെ വിടിവിപ്പാൻ വേണ്ടി ദൂതൻ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടവന്നു എന്നുള്ളത് വസ്തുതയല്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വെളിപ്പെടുന്നത് ഒരു ആലോചനയായിട്ട് മാത്രമല്ല, വെളിപ്പാടായിട്ടോ ദർശനമായിട്ടോ ദൂതായിട്ടോ പ്രവചനമായിട്ടോ മാത്രമല്ല, ദൈവദൂതൻ നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് അതിന് മറുപടി പറയുക മാത്രമല്ല, ആ വിഷയത്തിന് വിടുതലും നിന്നിലേക്ക് കൈമാറുന്ന ഒരു തലം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ദീർഘനാളുകൾ കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളായിരിക്കാം, ദീർഘനാളുകൾ കൊണ്ട് നമ്മൾ ദൈവസന്നിധി നിലവിളിക്കുന്ന വിഷയമായിരിക്കാം. എന്നാൽ പ്രാർത്ഥനയുടെ മറുപടി ദൈവം നേരിട്ടിറങ്ങി വന്ന് അറിയിക്കുന്ന തരത്തിൽ ദൈവത്തിന്റെ കരം ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. സ്തോത്രം. അബ്രഹാം എന്ന മനുഷ്യന്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷനായില്ലേ? 90 വയസ്സ് കഴിയുന്ന സമയത്ത് അബ്രഹാമിന് മുമ്പിൽ ദൈവം പ്രത്യക്ഷനായിട്ട് ദൈവം ദൂത് പറയുകയാണ്, ദൂതനെ അയക്കുകയാണ്, അഭിഷേകത്തിനൊരു വിടുതൽ കൽപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അഭിഷേകത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി സ്തോത്രം നിശ്ചയമായിട്ട് അത് റീസൻ്റായി നിങ്ങളുടെ അടുക്കൽ അത് വെളിപ്പെട്ടു വരുന്ന പ്രഭാതമായിട്ട് ഈ പ്രഭാതം മാറട്ടെ. പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ. ആ ഒരു ദൈവപ്രവൃത്തിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം.
കാത്തിരിക്കാം. സ്തോത്രം പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് പല വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഒരു മറുപടിക്കായി ആഗ്രഹിക്കുന്നവരുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം അവർ കേൾക്കുമ്പോൾ തന്നെ ദൈവദൂതൻ അവരുടെ അടുക്കൽ ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി മറുപടി അവിടെ നിന്ന് കൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവിടെ രോഗികളെ സൗഖ്യമാക്കണമേ, അത് ശാപഗ്രസ്തരായവരെ വിടുവിക്കണമേ, വൈശാദിക ബന്ധനങ്ങളെ അവിടെ നരിക്കണമേ, വാഗ്ദത്തങ്ങളെ അവിടെ നിന്ന് നടപ്പിലാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവിടെ അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.